കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം. അതിൻ്റെ 13 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പഴിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പഴിക്കുന്നവനെല്ലാം കൊലപാതകന്മാരാകും. പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. സഹോദരനെ പഴിക്കുന്നവൻ കൊലപാതകൻ. സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിൽ പോയിട്ട് വരും. ഇതൊക്കെ കർത്താവിൻ്റെ പഠിപ്പിക്കലാണ്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലാണ്. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലൊക്കെ നേരെ തിരിഞ്ഞുപോയി. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ഈ ഭാഗങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പഠിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അങ്ങനെ ഏതൊരു കൊലപാതകൻ്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങളറിയും. അപ്പോൾ സഹോദരനെ പകച്ച് സഹോദരനെതിരെ കേസ് കൊടുത്ത് പകയും വിദ്വേഷവും ഹൃദയത്തിൽ വെച്ച് വിശ്വാസ ജീവിതം നയിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ചിന്തിച്ചോണം, നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. സഹോദരനെ പഴിക്കുന്നവരെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകൻ്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകും. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണ്ട, ഒന്ന് സ്നേഹിച്ചാൽ മതി. സഹോദരൻ പറഞ്ഞത് എന്തെങ്കിലും ഹൃദയത്തിൽ വെച്ച് പകയും വിദ്വേഷവും പുലർത്താതെ അതെല്ലാം മറന്ന് പുറത്ത് ക്ഷമിച്ച് ഒന്ന് സ്നേഹിച്ചാൽ മതി. ജീവനൊന്നും വെച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. വെച്ചു കൊടുക്കുന്നവരും ഉണ്ടില്ലെന്നില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് തന്നതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഇതൊരു വലിയ സബ്ജക്റ്റാണ്. വിശ്വാസികളായ പ്രിയപ്പെട്ടവർ, വലിയ കോടീശ്വരന്മാർ, ധനാഢ്യന്മാർ, അവർ സാധുക്കളെ ശ്രദ്ധിക്കാതെ പോകുന്നു, ഓർക്കാതെ പോകുന്നു എന്നുള്ളൊരു പരാതി, സ്തോത്രം, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ ഓക്കെ. ഇട്ടുമൂടാൻ സ്വത്തുള്ള വിശ്വാസികൾ 5 പൈസ മനുഷ്യന് സന്തോഷത്തോടെ കൊടുക്കാത്തവരാണെന്ന് ഞാൻ ഒത്തിരി പേരെ വാച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യം. നമ്മൾ മറ്റുള്ളവരുടെ ആഗ്രഹിക്കേണ്ട, അത് വേറൊരു വിഷയം. കൂട്ടായ്മയിലുള്ളവർ, ചർച്ചകളിലുള്ളവർ, നമുക്കറിയാവുന്ന പാവം പിടിച്ച വിശ്വാസികൾ, അവരൊക്കെ കഷ്ടത്തിലായിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? സ്തോത്രം. ഇവിടെ യോഹന്നാൻ പറയുക, ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനെങ്ങനെ വസിക്കും? ഒരു വിഷയം പോയി പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കോടീശ്വരനായ വ്യക്തി, ഒരു ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരൻ കൊച്ചിനെ അഡ്മിഷൻ ചേർക്കാനായിട്ട്, കോളേജ് ചേർക്കാൻ വേണ്ടി എന്തോ ഒരു സഹായപരത്തിനായിട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇവിടെ എൻ്റെ എവിടെ നിന്നടാ കാശ്? കാര്യം ശരിയാ, പുള്ളിയെ കയ്യിൽ കാശില്ല, ഇട്ടുമൂടാനുള്ള കാശുണ്ട്, പക്ഷെ പറച്ചിലെന്താ, എൻ്റെ എവിടെ നിന്നടാ കാശ്? അത് വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എങ്ങനെ ആ മനുഷ്യനത് പറയാൻ കഴിഞ്ഞു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വാത്സല്യ ദൈവമക്കളെ, ആരും വിധിക്കാൻ ഞാൻ പറയുകയല്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമുക്കതിനുള്ള ആസ്തി ഉണ്ടെങ്കിൽ, ഒരു സാധുവിൻ്റെ കുഞ്ഞ് അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ കുറച്ച് കാശ് കൊടുത്ത് അവനെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഇവിടെ യോഹന്നാൻ എന്താ പറയുന്നത്? സ്തോത്രം. ദൈവസ്നേഹം എങ്ങനെ വസിക്കും? ആരെങ്കിലും ഒരു സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവന് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ അവനിൽ വസിക്കും? അതിന് മുമ്പുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോണം. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. പ്രാണനെ വെച്ചു കൊടുക്കണ്ട.
കഷ്ടപ്പെടുന്ന സഹോദരൻ്റെ മോൾക്കൊരു അഡ്മിഷന് കഷ്ടപ്പെടുമ്പോൾ ഒരല്പം പൈസ കൊടുത്ത് സഹായിക്കാൻ, വായ്പയായിട്ടെങ്കിൽ കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സലിവ് കാണിച്ചില്ലെങ്കിൽ എങ്ങനെ ദൈവസ്നേഹം അവരിൽ വസിക്കുമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവമക്കളെ. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവനുള്ള മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, വാക്കിലും നാവിലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. വാക്കുകൊണ്ടുള്ള സ്നേഹമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു ശക്തമായ പ്രബോധനം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നുണ്ട്. അത് ഞാനൊന്ന് വായിച്ച് നിങ്ങളെ ഗ്രഹിപ്പിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. യാക്കോബ് പറയുന്ന ഭാഗം ശ്രദ്ധിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് വാക്യം തന്നെ അങ്ങ് വായിച്ചു പോകാമെന്നാണ് എൻ്റെ ചിന്ത. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലെ 14 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഒരുത്തൻ ഒരുത്തന് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്യാൻ ഉപകാരമുണ്ട്. ആ വിശ്വാസത്താൽ അവന് രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ, കണ്ടോ, നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയും ഇല്ലാത്തതാകിയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് നീ പറയുമായിരിക്കും. നിൻ്റെ വിശ്വാസം പ്രവൃത്തി കൂടാതെ കാണിച്ചു തരിക. ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അടുത്ത യാക്കോബ് പറയുന്ന പ്രസ്താവന വളരെ 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 ഷാർപ്പാണ്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായും എന്ന് നാം കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്ന് തിരുവെടുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം കാണും. അവൻ രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലോ നീതീകരിക്കപ്പെട്ടത്. സ്തോത്രം. അങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുക. എത്ര മനോഹരമായ ഒരു പഠനമാണ് പ്രിയമുള്ളവരെ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നാം വാക്കിലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. സ്തോത്രം. ഈ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങളെല്ലാവരും വായിച്ച് പഠിക്കണം. ആ അധ്യായം, അതായത് ന്യായപ്രമാണം പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരുടെയും ജീവിതത്തെയാണ് ആ 23-ാം അധ്യായം വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നത്. സ്വന്തം എല്ലാവരും വായിച്ച് പഠിക്കണം. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് 23 ഒന്നുകൂടി ഞാൻ വായിക്കുക. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തി പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിൽ എത്ര ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി, ഞാങ്ങൾ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥാനവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് പറയുന്നത് അവർക്ക് പ്രിയമാകുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല, ഒരു പ്രധാന ഭാഗം കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ആകയാൽ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അപ്പോൾ ന്യായപ്രമാണം പറയുന്നുണ്ട്, മോശയ്ക്ക് പ്രമാണം പഠിപ്പിക്കുന്നുണ്ട്.
അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ പോകണമെന്ന് കർത്താവ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ജീവിതത്തെ എടുത്തു കാണിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അതേ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കൂടി നമ്മൾ കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ സാമ്പത്തിക നിലവാരങ്ങൾ മെച്ചപ്പെട്ടതാണെങ്കിൽ, കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സ്വത്രം അത് നമ്മൾ ഒരു കൈ അറിയാതെ, ഒരു കൈ ചെയ്യുന്നത് മറ്റു കൈ അറിയാതെ നമ്മൾ ചെയ്താൽ മതി. ഞാനതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും പരസ്യപ്പെടുത്താറില്ല. ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ അതെടുത്ത് പറയുകയല്ല ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, സ്വത്രം ഉണ്ടെങ്കിൽ അത് ചെയ്യും. തീർച്ചയായിട്ടും അതിനുള്ള മനസ്സ് എനിക്കുണ്ടെന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുന്നൊരു കാര്യമാണ്. സ്വത്രം സ്വത്രം സ്വത്രം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ പോകുവാൻ തക്കോണം കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇവിടെ അതാ പറയുന്നത്, കുഞ്ഞുങ്ങളെ നാം വാക്കിലും നാവിലാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് ഇതിനാൽ അറിയും. സ്വത്രം. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരായി നമ്മൾ തീരണം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. സ്വത്രം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവൻ നിരൂപിക്കും. ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്യമാണ്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് എന്ത് യാചിച്ചാലും എന്ന് പറഞ്ഞാൽ നമ്മൾ യാചിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളായിരിക്കും. കോടിക്കണക്കിന് രൂപയും ജീവിത സൗകര്യങ്ങളൊന്നും അല്ല യാചിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു ഭക്തൻ യാചിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമുള്ളതായി യാചിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ യാചിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന വചനങ്ങൾ. അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞ് ലോകത്തില്ലാത്ത പലതും 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 യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്നവരുണ്ട്. ദൈവപ്രമാണം അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ച് പോകുമ്പോൾ നാം യാചിക്കുന്ന ഏത് കാര്യവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാചിക്കും, ദൈവഹിതത്തിനനുസരിച്ച് യാചിക്കും. അല്ലാതെ നമ്മുടെ തന്നിഷ്ടം നിറവേറ്റാൻ വേണ്ടി മാത്രമായിരിക്കില്ല. അത് നമ്മൾ നന്നായിട്ട് ഓർത്തു കൊള്ളണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. എന്താണ് കർത്താവിൻ്റെ കൽപ്പന? പ്രധാന കൽപ്പന ഏതാ? നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നത്. സ്തോത്രം. 1 യോഹന്നാൻ 2:24. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. എന്താണ് നിങ്ങൾ ആദ്യം മുതൽ കേട്ടത്? സ്തോത്രം. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കണം എന്നാകുന്നു. സ്തോത്രം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. പെന്തക്കോസ്ത് ഓളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ച ഞാനിവിടെ തുറന്നു പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതിൽ വളരെ വീഴ്ച വരുത്തുന്നവരാണ്. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നൊരു മേഖലയാണ്. കാര്യങ്ങളൊക്കെ ശരിയാണ്. സ്തോത്രം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. കർത്താവ് നമ്മളെങ്ങനെ സ്നേഹിച്ചത്? നമ്മുടെ കുറ്റങ്ങൾ കുറവുകളെല്ലാം കണ്ടുകൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. അതുപോലെ അവരിലുള്ള കുറ്റങ്ങൾ കുറവുകൾ കണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ദൈവസ്നേഹം, ഊഷ്മളമായ ദൈവസ്നേഹം നമ്മളിലുള്ളൂവെന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ദൈവസ്നേഹമില്ലാത്ത വിശ്വാസികളാണ്. ഭൂമിയിൽ വളരെ കൂടുതലുള്ളത് അത് തന്നെയാണ്. എനിക്ക് നന്നായിട്ടറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കുമെന്ന പ്രമാണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ യോഹന്നാൻ്റെ
ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. കണ്ടോ, നാം ദൈവത്തെ സ്നേഹിച്ചു, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ നമുക്കറിയാം. സ്തോത്രം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പന ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്നവൻ തമ്മിൽ സ്നേഹിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കും. അതവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ നമുക്കറിയാം. ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ കോടതിയും കേസും വഴക്കിന് പോകുന്നതിൻ്റെ കാരണം എന്താ? വിശ്വാസികൾ തമ്മിൽ വഴക്കിട്ട് കോടതി പോകുന്നവരുണ്ട്. സംഘടനകൾ തമ്മിൽ വഴക്കിട്ട് കോടതി പോകുന്നുണ്ട്. കാരണം എന്താ? ദൈവസ്നേഹമില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഇവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മളിലില്ല. ആ സ്നേഹം നമ്മളിൽ വരണം. ആ സ്നേഹത്തിൻ്റെ ഉടമകളായി നമ്മൾ തീരണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്നേഹത്തെക്കുറിച്ചൊരു അധ്യായം തന്നെ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലുണ്ട്. എപ്പോഴും ഞാനതെടുത്ത് പറയുന്ന ഭാഗങ്ങളാണ്. ഇപ്പോഴും 1-2 വാക്കുകൾ വായിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. അതെത്ര കേട്ടാലും അധികപ്പറ്റല്ല ദൈവമക്കളെ. ചിലർ പറയുന്നത് നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്, പക്ഷെ അത് പ്രായോഗിക നിലവാരത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. പരാജയപ്പെട്ട് തകർന്നു കിടക്കുകയല്ലേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കൊണ്ട് വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും തീർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളയും. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഈ 11-ാം വാക്യം എന്താ ഞാൻ ശിശുവിനെ എടുത്തിവിടെ കാണിക്കുന്നത്? ശിശുക്കളാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീട്ടിലൊരു കൊച്ചുണ്ട്, മൊബൈൽ ഫോൺ കാണാൻ കൊടുക്കാമെങ്കിൽ പറയും, അപ്പോൾ ഇനി ഞാൻ കാല് തടയി തരാം, തേങ്ങി തരാം, അങ്ങനെ ചെയ്യരാം, ഇത് ചെയ്യരാം, മറ്റു ചെയ്യരാം എന്നൊക്കെ പറയും. ഫോൺ കൊടുക്കുന്നില്ലെങ്കിലോ ഒന്നുമില്ല. അതുപോലെ ഒത്തിരി വിശ്വാസികളുണ്ട്, എന്തെങ്കിലും കൊടുത്താൽ സ്നേഹിക്കില്ലെങ്കിൽ സ്നേഹമില്ല. അതിൻ്റെ അർത്ഥം വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അവർ ജഡീകന്മാരാ, ശിശു ജഡീകനാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിച്ച് പഠിച്ചാൽ ശിശു ജഡീകനാണ്. ഞാനത് വേണമെങ്കിൽ അത് വായിച്ചു വിടാം. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെ സ്തോത്രം അല്ല, ജഡീകന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾ കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. കണ്ടോ, അവർ ചെയ്യുന്നത് എന്താ? ഞാൻ പൗലോസിൻ്റെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം, കേബായുടെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം തമ്മിൽ തല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അവരെ അപ്പോസ്തലൻ ശാസിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊല്ലോസാറ്, പൗലോസാറ് തങ്ങൾ കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരത്രേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്നവനല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അമാനുഷിക മനുഷ്യനൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. പ്രാർത്ഥനയിൽ വൈനശൂലിൽ ഇട്ടിരിക്കുന്നവരാണ് പാസ്റ്റർ. ഇന്നിപ്പോൾ പാസ്റ്റർമാർക്ക് അതിനും നേരമില്ല. തേരപ്പാല നടക്കുക, ശുശ്രൂഷ എന്ത് ശുശ്രൂഷയാണെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഈ വേദഭാഗങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്തോത്രം. നമ്മളൊരു ജഡീകനായി പോകരുത്.
ശിശുവായി പോകരുത്. ജഡികന്മാരായാൽ, ശിശുക്കളായാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല. ശിശുവായപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ശൈശവം വിട്ട് പക്വതയിലേക്ക് വരിക, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടുക. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാന എപ്പിസോഡ് വേഗത്തിൽ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിൻ്റെ 23-ാമത്തെ വാക്യം, അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ് യോഹന്നാൻ. അതുകൊണ്ട് ആ സ്നേഹത്തെക്കുറിച്ച് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. സ്തോത്രം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മൾ ദൈവത്തിൽ എങ്ങനെയാണ് വസിക്കുന്നത്? അവൻ്റെ കൽപ്പന നാം പ്രമാണിക്കുന്നു. നാം അവനിൽ വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു. ഞാൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഭാഗം ഇവിടെ വളരെ പ്രസക്തമാണ്. ദൈവമക്കളെ, അതിൻ്റെ 15-ാമത്തെ അധ്യായം, സ്തോത്രം, എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിയുള്ളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഓരോരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ഉപേക്ഷിപ്പിനാൽ നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളിലും നാം കർത്താവിലും വസിക്കുമ്പോൾ നിങ്ങൾ എന്തപേക്ഷിച്ചാലും കിട്ടും. അപ്പോൾ കർത്താവ് നമ്മിൽ വസിക്കുന്നു, നാം കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമുള്ളതേ നാം ചോദിക്കത്തുള്ളൂ. അതാണ് അതാ പഠിക്കേണ്ടത്. എന്തപേക്ഷിച്ചാലും എന്ന് പറഞ്ഞാൽ ഒരു BMW കാർ വേണമെന്ന് വെച്ചാൽ കിട്ടുമോ? നമുക്ക് ഇല്ല. ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ ചോദിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ചോദിക്കണം. BMW വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു പാസ്റ്ററെക്കുറിച്ച് എനിക്കറിയാം. ആ പ്രസ്ഥാനവും പേരൊന്നും ഞാൻ പറഞ്ഞ് നാണം കെടുത്താൻ ശ്രമിക്കുന്നില്ല. BMW വേണം, അതിനുവേണ്ടി കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിക്കുക. അയ്യോ, അതൊക്കെ ശൈശവ ലക്ഷണങ്ങളാണ്. ഒരു വാഹനം പോരെ നമുക്കൊന്ന് പോകാൻ? 4-5 ലക്ഷം രൂപയുടെ ഒരു കാറ് പോരെ? 60 ലക്ഷം രൂപ തന്നെ വേണോ? ദൈവമക്കളെ, സ്തോത്രം, സ്തോത്രം. ഒരു യഥാർത്ഥ ആത്മീകൻ എന്നുള്ളത് അവൻ്റെ ജീവിതത്തെ അവൻ പരിമിതപ്പെടുത്തും. സ്തോത്രം. കാരണം ഇടുക്ക് വഴിയിലൂടെ പോകാനുള്ളവരാണ് നമ്മൾ. വിശാലമലി വഴിയിലോട്ട് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ തന്നെ നമ്മൾ ദൈവം നഷ്ടപ്പെടുത്തുന്നവരായി മാറും. ഇടുക്ക് വഴിയിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയില്ല താനും എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്ന പഠനം വളരെ മനോഹരമാണ്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ, പരിശുദ്ധാത്മാനാൽ നമുക്കറിയാം കർത്താവ് നമ്മിൽ വസിക്കുന്നു. റോമാലേഖനത്തിൽ ഇങ്ങനെയുണ്ട്, ആത്മാവ് ആത്മാവോട് സാക്ഷ്യം പറയും. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഒരു പ്രസിദ്ധമായ വാക്യമാണ് ഈ പറഞ്ഞത്. നമ്മളിപ്പോൾ സാക്ഷി പറയാനായിട്ട് നമ്മൾ ഓടിയെടുക്കുക. സ്തോത്രം, സ്തോത്രം. ഇല്ല, സ്തോത്രം. ആത്മാവോട് സാക്ഷ്യം പറയും. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയും. നമ്മളിലുള്ള ആത്മാവ് നമ്മോട് സാക്ഷ്യം പറയും നാം ദൈവത്തിൻ്റെ മക്കളാണ്. വളരെ മർമ്മപ്രധാനമായൊരു സബ്ജക്റ്റാണ് ഞാൻ ഈ പറയുന്നത്. ആ സാക്ഷ്യം നമ്മൾ പ്രാപിച്ചിരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയണം, ഞാനൊരു ദൈവ പൈതലാണെന്ന്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയും. സ്തോത്രം, സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും, അല്ലേ, നീ ഒരു ദൈവപൈതലാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ മരിക്കുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ച ചരിത്രമൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്.
നോഹ സാക്ഷ്യം പ്രാപിച്ചു, ഹാനോക്ക് സാക്ഷ്യം പ്രാപിച്ചു, ഹാബീൽ സാക്ഷ്യം പ്രാപിച്ചു. അതുപോലെ നമ്മളും കർത്താവിൻ്റെ വരവിന് മുൻപ് നമ്മൾ സാക്ഷ്യം പ്രാപിക്കണം. ലോകത്തിലെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം. നമ്മുടെ ദേശത്തിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം. നമ്മുടെ ഭാര്യയുടെ സാക്ഷ്യം നമുക്ക് വേണം. നമ്മുടെ മാതാപിതാക്കളുടെ സാക്ഷ്യം നമുക്ക് വേണം. നമ്മുടെ സഹോദരങ്ങളുടെ സാക്ഷ്യം നമുക്ക് വേണം. എല്ലാറ്റിലുപരി നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു. ഈ സാക്ഷ്യം വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. സ്തോത്രം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. സാക്ഷ്യമായിട്ട് നമ്മൾ അറിയുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അതോടുകൂടി ഈ എപ്പിസോഡുകൂടി ഈ അധ്യായം കൂടി തീരുകയാണ്. വരുന്ന ഞായറാഴ്ച 1 യോഹന്നാൻ 4-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. എന്തുകൊണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ്റെ ഈ ലേഖന പഠനം എനിക്ക് അനുഗ്രഹമായി, നിങ്ങൾക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.